അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി പാവങ്ങളുടെ ഊട്ടി, അതെ, നമ്മുടെ സ്വന്തം നെല്ലിയാമ്പതി. ഈ ഒരു റോഡ് എത്തിയത്തിന് നമുക്ക് മനസ്സിലാക്കാം ആ തിരിയുന്നൊരു വളവോടുകൂടി നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് കയറാൻ പോകുന്നത്. ഏകദേശം 10ഓളം ഹെയർ പിന്ന് കയറിയാണ് നമ്മൾ നെല്ലിയാമ്പതിയിലോട്ട് എത്തുക. പോകുന്ന വഴി ഇതേപോലെ നല്ല കുരങ്ങൻ കൂട്ടങ്ങളും എല്ലാം കാണാനായിട്ട് പറ്റും. ഞാനും എൻ്റെ ഒരു കസിൻ അർജുനുമായിട്ടാണ് പോയത്. പോകുന്ന വഴിയല്ല ഇതുപോലത്തെ ഓരോ വ്യൂ പോയിൻറ്റ്സ് കാണാനായിട്ട് നമുക്ക് പറ്റും. മുകളിലോട്ടെത്തും തോറും നെല്ലിയാമ്പതിയുടെ ഭംഗിയും അതുപോലെ തന്നെ തണുപ്പും കൂടി വന്നു. മൂന്നാറിൽ മാത്രമല്ല, നെല്ലിയാമ്പതിയിലും അത്യാവശ്യം തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ നെല്ലിയാമ്പതിയിലോട്ട് പോയി നമ്മൾ സീതാർകുണ്ടിലോട്ട് കിടക്കുന്ന ഒരു കവാടമാണ് ഈ കാണുന്നത്. ഓരോ വർഷം പഴക്കമുണ്ട് ഈ കവാടത്തിന്. നെല്ലിയാമ്പതിയിലെ റോഡുകളെല്ലാം തന്നെ വളരെ പഴയ രീതിയിലുള്ള മണ്ണ് റോഡുകളാണ്. നമുക്കൊരു പൈസ പോലും മുടക്കില്ലാതെ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതി. കാരണം നമ്മൾക്ക് ഇവിടേക്ക് വരാൻ ഒരു ഫീസോ ഒന്നും കൊടുക്കേണ്ടതില്ല. അങ്ങനെ ഈ കാണുന്നതാണ് സീതാർകുണ്ട് വ്യൂ പോയിൻ്റ്. താഴെ വലിയ കൊക്കയാണ്. ഈ കാണുന്ന നെല്ലി മരത്തിൽ നിന്നാണ് നെല്ലിയാമ്പതി എന്ന പേര് വന്നത് കേട്ടിട്ടുണ്ട്. എത്രയോ വർഷം മുന്നേ തൊട്ട് ഈ മരം ഇവിടെ തന്നെ ഉണ്ട്. ഈ താഴെ കാണുന്നത് കൊല്ലംകോടിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. ശരിക്കും നിങ്ങൾ കേരളം കാണണമെങ്കിൽ അത് പാലക്കാട് തന്നെ വരണം. ഈ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ താഴോട്ടിറങ്ങി. അങ്ങനെ വളരെ അപ്രത്യക്ഷമായിട്ടൊരു അതിഥിയെ കണ്ടു. ആ വണ്ടി ഓടിച്ച് നേരെ പെട്ടുപോയതിന് എൻ്റെ മുന്നിലിറങ്ങി. ഞങ്ങൾ കരുതി ഒന്നായിരിക്കുന്നു, പക്ഷെ ഒന്നായിരുന്നില്ല. അവരൊരു ഫാമിലി ആയിട്ട് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായത്. സമയം ഏകദേശം 3 മണിയോടെ അടുത്തു. വിസിറ്റർക്ക് സമയം 4 മണി വരെയാണ്. 4 മണി ആവാറായത് കൊണ്ടാവണം തേയിലത്തോട്ടങ്ങളിൽ തേയില തൊഴിലാളികൾ തേയിലെന്നുള്ള നിരക്കിലാണ്. നെല്ലിയാമ്പതിയിൽ നമുക്ക് ഇതുപോലുള്ള നാച്ചുറലായിട്ടുള്ള അരുവികളെല്ലാം കാണാൻ പറ്റും. ഈ നെല്ലിയാമ്പതി കാഴ്ചകളോട് വിട പറഞ്ഞ് ഞങ്ങൾ താഴോട്ടിറങ്ങി.